ദുർഘടമാസമായ കർക്കടകം മുഴുവൻ ശ്രീരാമനാമം ജപിക്കുന്നത് വളരെ പുണ്യമാണ്. അത് ഭഗവാൻ പറഞ്ഞതുപോലെ വിഷ്ണു സഹസ്രനാമം ഒരുപാട് ചൊല്ലുന്നതിന് പകരം രാമനാമം ജപിച്ചാൽ മതി എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. രാമ 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 പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. രാമ രാമ പാഹി മാം മുകുന്ദ രാമ പാഹി മാം, രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യം, രാവണൻ സീതയെ കട്ടുകൊണ്ട് പോകാൻ വരും. അതുകൊണ്ട് ശ്രീരാമൻ സീതാദേവിയോട് പറഞ്ഞു അവിടുന്ന് വന്യയിൽ സുരക്ഷിതയായിരിക്കണം, അഗ്നിയിൽ. പകരം ഒരു മായാസീതയെ പർണശാലയിൽ ഇരുത്തണമെന്ന് അല്ലേ. പർണശാലയിൽ മായാസീത ഇരിക്കുന്ന സമയത്ത് അത് ശ്രീരാമനും സീതയ്ക്കും മാത്രമേ ഈ കാര്യം അറിയുള്ളൂ, ലക്ഷ്മണന് പോലും അറിയില്ല. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് രാവണൻ്റെ ഒരു കുടില ബുദ്ധി മൂലം മാരീചൻ പൊന്മാനായി വരുന്നതും. അങ്ങനെ ശ്രീരാമനെ ദൂരേക്ക് കൂട്ടിക്കൊണ്ടുപോയി രാമന് മനസ്സിലാവുന്നു മാരീചൻ പൊന്മാനല്ല, രാക്ഷസനാണ്. രാമന് അറിയാം, എങ്കിലും രാമനൊരു മനുഷ്യനായതുകൊണ്ട് അങ്ങനെ അതിൻ്റെ പിന്നാലെ പോയി ദൂരെ എത്തിയപ്പോഴാണ് മാരീചനെ വധിക്കുന്നത്. കള്ളമാരീചൻ മരിക്കുന്ന സമയത്ത് രാവണന് ഒരു സഹായം ചെയ്തു അല്ലേ. അല്ലയോ സീതേ, ലക്ഷ്മണ, ഈ രാക്ഷസൻ എന്നെ കൊല്ലുന്നു എന്ന് രാമൻ്റെ ശബ്ദത്തിൽ ഉറക്കെ കരഞ്ഞു. അത് സീത കേട്ട് ലക്ഷ്മണനോട് വളരെ പരുഷവാക്കുകളൊക്കെ പറഞ്ഞ് രാമൻ്റെ അടുത്ത് അയക്കുകയാണ്. കാരണം രാമൻ ഇങ്ങനെയുള്ള ദീനസ്വരമൊന്നും ഉണ്ടാവില്ല എന്ന് ലക്ഷ്മണൻ പറയുന്നു. അതൊന്നും ഈ മായാസീത കേൾക്കുന്നില്ല, കാരണം അത് സംഭവിക്കേണ്ടതാണ്. അങ്ങനെ അവിടെ ഒരു സീത എന്ന ഒരു സ്ത്രീയുടെ പരുഷവാക്കുകൾ അത് കേൾക്കാൻ പാടില്ലല്ലോ എന്ന് രാമൻ പറയുന്നൊക്കെ ഉണ്ട്. എങ്കിലും എടത്തിയമ്മ പറഞ്ഞതല്ലേ, ഇനിയിപ്പോൾ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെയുള്ള സകലമാന ദൈവങ്ങളെയും ഒക്കെ വിളിച്ച് സീതയെ രക്ഷിക്കണേ എന്നും പറഞ്ഞ് ലക്ഷ്മണൻ പോവുകയാണ്. പോയി പകുതി വഴി എത്തുമ്പോഴേക്ക് ശ്രീരാമൻ തിരിച്ചു വരികയാണ്. ശ്രീരാമൻ ലക്ഷ്മണനോട് ചോദിച്ചു, അയ്യോ സീതാദേവി പർണശാലയിൽ തനിയല്ലേ, നീ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ലക്ഷ്മണൻ ഉണ്ടായ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. സീതയുടെ നിർബന്ധപ്രകാരമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ രാമൻ വിചാരിച്ചു, ഞാനൊരു മനുഷ്യനാണല്ലോ, അപ്പോൾ മനുഷ്യരൂപം ധരിച്ച് ഞാൻ മനുഷ്യനെ പോലെ പെരുമാറണം എന്ന നിലയ്ക്ക് ലക്ഷ്മണനോട് ഈ സ്വകാര്യം, അതായത് ഇത് ശരിക്കുള്ള സീതയല്ല എന്നുള്ള കാര്യം പറയാതെ ഒരു മനുഷ്യൻ്റെ ആ അതായത് മനസ്സ് എങ്ങനെ പ്രവർത്തിക്കും അതുപോലെ പ്രവർത്തിക്കുകയാണ് ശ്രീരാമൻ. നോക്കൂ, സീത അന്വേഷണം എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. നമ്മൾ ആ ഭാഗം ഒന്ന് നമുക്ക് വായിക്കാം. മായാമാനുഷനാകൂമെന്നോട് ചരിതവും മായാവൈഭവങ്ങളും കേൾക്കുകയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും മർദ്ദന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാലിവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ പ്രാകൃത പുരുഷനെ
പോലെ എന്ന ഗതാരിൽ നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ. എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ? എന്തിനു വേടിഞ്ഞു നീ രാക്ഷസരവളെയും? കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ? കണ്ടകജാതികൾക്ക് എന്തൊന്നരുതാത്തതോർത്താൽ. അഗ്രജവാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം. ഹാ രാക്ഷസനെ എന്നെ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരന്തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവനാദമെന്നുറയ്ക്കയാൽ അത്യന്തം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു സത്വരം ചെന്നു രക്ഷിക്കെന്നെ എന്നോടരുൾ ചെയ്താൾ. ഇത്തരം നാദം മമ ഭ്രാതാവിനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും. രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം. കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവുരു ചെന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയും ഉര ചെയ്താൻ. എന്നോടു പലതരമിന്നവ എല്ലാമിപ്പോൾ തിരുമുമ്പിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ. എങ്കിലും പിഴച്ചിതു പോന്നത് സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ? യോഷമാരുടെ വാക്കു സത്യമെന്നോർക്കുന്നവൻ പോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ? രാക്ഷസാംബരിഷകൾ കൊണ്ടുപോയി കളകയോ ഭക്ഷിച്ചു കളകയോ ചെയ്തതെന്നറിഞ്ഞിലാം. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കിക്കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൻ നിർഗുണനാത്മാനന്ദൻ. ഹഹാ വല്ലഭേ സീതേ ഹഹാ മൈഥിലേ നാഥേ ഹഹാ ജാനകി ദേവി ഹഹാമൽ പ്രാണേശ്വരി. എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ തന്നെ നീ? വെളിച്ചത്തു വന്നേടു മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ട് അന്വേഷിച്ചു കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ. മൃഗ സഞ്ചയങ്ങളെ
നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ. പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങൾ എങ്ങാനും ഉണ്ടോ കണ്ടു. ഇത്തമോരോന്നേ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു സത്വരം നീളത്തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവദൃക് സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാവാം സർവകാരണനേക നജലൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാന്തൻ നിരഹങ്കാരൻ നിത്യൻ അഖണ്ഡാനന്ദാത്മകൻ ജഗന്മയൻ. മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിടിനാൻ. മായയാ മാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി. തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭാവങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായ്കയാൽ. ശ്രീരാമ രഘുരാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ.